ഹലോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ, ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ പ്രഗ്നൻസി ജേർണിയെക്കുറിച്ച് പറയാൻ പോവാണ്. അപ്പം എൻ്റെ പ്രഗ്നൻസി ജേർണി എന്ന് പറയുമ്പോഴത്തേക്കിന് എനിക്ക് വെർബലി പറയാനേ ഉള്ളൂ. പിന്നെ അവിടെ ഇവിടെ എടുത്ത് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. എനിക്ക് ആ സമയത്ത് എനിക്കൊരു വ്ളോഗ് ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഫീൽ ചെയ്തേനേന്ന് എനിക്ക് ഉണ്ടായിരുന്നു. ലൈക്ക് എനിക്ക് അപ്പോൾ വ്ളോഗില്ലായിരുന്നു, എനിക്ക് അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ലായിരുന്നു വീഡിയോ എടുക്കണമെന്നോ ഇടണമെന്നോ അങ്ങനെയൊന്നും എനിക്ക് ഇല്ലായിരുന്നു മനസ്സിൽ. അതുകൊണ്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ചെറിയ ചെറിയ മൊമെൻറ്റ്സ് ഞാൻ എടുത്തതുണ്ട്, അതൊക്കെ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഞാൻ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പം എൻ്റെ പ്രഗ്നൻസി എന്ന് പറയുന്നത് കോവിഡ് കാലങ്ങളിലായിരുന്നു. അപ്പോൾ അതിൻ്റേതായ സ്ട്രഗിളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ എല്ലാവർക്കും അവരവരുടെ പ്രഗ്നൻസി ജേർണി എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലായിരിക്കും. എനിക്കും ഭയങ്കര സ്പെഷ്യലായിരുന്നു. ഒരു അൺഫർഗറ്റബിൾ മൊമെൻറ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതിനകത്ത്. അപ്പം അതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പം ഞങ്ങൾ ലൈക്ക് കോവിഡ് വർക്കിംഗ് ആയിരുന്നു, ഞാനും ഹസ്ബൻഡും വർക്കിംഗ് ആയിരുന്നു. ടെക്നോ പാർക്കിലാണ് വർക്കിംഗ് ആയിരിക്കുകയാണ് ഞങ്ങൾക്ക് ലോക്ക്ഡൗൺ വന്നത്. ലോക്ക്ഡൗൺ വന്നേ പിന്നെ ഞങ്ങൾ കംപ്ലീറ്റ്ലി ഹോം ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങി. പിന്നെ ഫുൾ ലോക്ക്ഡൗൺ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ അതിന് മുന്നേ തന്നെ ഞങ്ങൾ കുറച്ച് ഗ്രോസറീസും സാധനങ്ങളും ഒക്കെ വാങ്ങിച്ച് സ്റ്റോറപ്പ് ചെയ്ത്. കാരണം പുറത്തുള്ള വീഡിയോസൊക്കെ ഞങ്ങൾ കണ്ട് ഒത്തിരി പാനിക്കായി പോയായിരുന്നു. സോ ഒരുപാട് സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ച് സ്റ്റോർ ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകത്തില്ലെന്ന്. കാരണം നമുക്ക് എല്ലാ സ്റ്റോഴ്സും ഉണ്ടായിരുന്നു, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ഡൗൺ ആയി പോയില്ലായിരുന്നു നമുക്കിവിടെ. അങ്ങനെ ഒരു സിറ്റുവേഷനായിരുന്നു. അപ്പം ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എപ്പോഴും പാനിക്കാവാനൊരു സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൊട്ട് ഓപ്പോസിറ്റിൽ തന്നെ ഒരു ദിവസം ഞങ്ങൾ നോക്കിയപ്പോൾ കുറേ ആംബുലൻസ് ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ആ ഒരു സമയത്ത് ആംബുലൻസ് കാണുക എന്ന് പറയുമ്പം പേടിയാണ്. കാരണം നമ്മൾ ഈ വീഡിയോസിലൊക്കെ കാണുന്നുണ്ടായിരുന്നല്ലോ, അതിനകത്തുനിന്ന് മറ്റേ കിറ്റൊക്കെ ഇട്ട് ആൾക്കാർ വരും, പിടിച്ചുകൊണ്ട് പോവും, അങ്ങനെയൊക്കെ സീൻസാണ് നമുക്ക് മനസ്സിൽ വരിക. അപ്പോൾ കാണുന്ന ആംബുലൻസ് എല്ലാം നമുക്ക് കോവിഡ് മാത്രമേ മനസ്സിൽ വരുള്ളൂ. പിന്നെ ഞങ്ങൾ മനസ്സിലായ ആംബുലൻസിൻ്റെ ഒരു ഏജൻസി വർക്ക് ചെയ്യുന്ന ഒരാൾ ഇവിടെ ഉണ്ടെന്നും അവരുടെ ആംബുലൻസാണ് ഇവിടെ കിടക്കുന്നതെന്നൊക്കെ നമുക്ക് പിന്നെ മനസ്സിലായത്. അതിൻ്റെ ഇടയായിരുന്നു ഞാൻ കൺസീവ് ആയതും. അങ്ങനെ കൺസീവ് ആയ സമയത്ത് എനിക്ക് എൻ്റെ ഹസ്ബൻഡ് സിസ്റ്റർ ഡോക്ടറാണ്. അപ്പോൾ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു നോർമൽ ഹോസ്പിറ്റലിൽ പോകണ്ട, അവിടെ ഫുള്ള് ഇപ്പോൾ പേഷ്യൻസ് ആയിരിക്കും, അപ്പം കോവിഡ് പേഷ്യൻസ് ആയിരിക്കും, അതുകൊണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ ഭയങ്കര എളുപ്പമാണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഫെർട്ടിലിറ്റി സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹോസ്പിറ്റലിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വരുന്നവരെല്ലാം ഒന്നി പ്രഗ്നൻ്റ് ആയിരിക്കും, അല്ലെ അങ്ങനത്തെ ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കുമല്ലോ, കോവിഡ് പേഷ്യൻസ് കാണത്തില്ലല്ലോ എന്ന ഇതിലാണ് നമ്മൾ അവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ എവറിത്തിങ് വാസ് നോർമൽ, എല്ലാം നോർമലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. 4th month 5th month ആയപ്പോഴത്തേക്കിന് ഞങ്ങൾക്ക് ആദ്യത്തെ ഹാർട്ട് ബീറ്റ് കേൾക്കാൻ പറ്റി. ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചു. പിന്നത്തേക്ക് ഞങ്ങൾ ബർത്ത്ഡേക്ക് പ്ലേ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ റെക്കോർഡ് ചെയ്തൊക്കെ വെച്ചു. പിന്നെ സോറി, അങ്ങനെ പിന്നെ 7th month ആയപ്പോഴത്തേക്കാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. ഞങ്ങളുടെ എൻ്റെ ഇൻലോസ് ഇവിടെ കുറച്ച് ദൂരെയാണ്, ലൈക്ക് 2 kilometers അവയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പം അവർ വന്ന് പോവുകയാണ്. അപ്പം ഇവിടെ ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് കോവിഡ് സമയം കൂടെ ആയിരുന്നതും കൊണ്ടും എൻ്റെ ഹസ്ബൻഡ് ചേച്ചി ഹോസ്പിറ്റലിൽ പോയി വരുന്ന ഒരാളായിരുന്നതും കൊണ്ടും ഹസ്ബൻഡിൻ്റെ പേരൻസ് ഇടയ്ക്കിടയ്ക്ക് ഇവിടോട്ട് വരാറില്ലായിരുന്നു ഞാൻ കൺസീവ് ആയ സമയത്ത്. കാരണം എനിക്ക് ഇൻഫെക്ഷൻ കിട്ടിയാലോ അവർ വഴിയെന്ന് വിചാരിച്ച് അങ്ങനെ വരാറില്ലായിരുന്നു. പക്ഷേ 7th month ആയപ്പോഴത്തേക്കിന് എനിക്ക് ബേബി ഷവർ പ്ലാനൊക്കെ ഭയങ്കര പ്ലാൻസ് ആയിരുന്നു കേട്ടോ. ബേബി ഷവറിന് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, ഞങ്ങൾ ഓർഡർ കൊടുത്തു. ഓരോന്നിനും ലൈക്ക് കോസ്റ്റ്യൂംസിനും എല്ലാം ഭയങ്കര സെറ്റായിട്ടെല്ലാം പ്ലാൻ ചെയ്തു. അങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ ഷുഗർ ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഷുഗർ ടെസ്റ്റ് പോയി ചെക്ക് ചെയ്തിട്ട് വന്ന് കഴിഞ്ഞ് പിന്നെയായിരുന്നു എനിക്ക് അന്ന് വൈകിട്ട് മുതൽ വയ്യാതായിരുന്നു. അപ്പം പനി, ചെറിയ ചുമയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങൾ എൻ്റെ ഗൈനക്കിനോട് ചോദിച്ചപ്പം ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്ക് ജസ്റ്റ് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് കോവിഡ് ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ്
കോവിഡ് ടെസ്റ്റ് നമ്മൾ ചെയ്തത്. കോവിഡ് ടെസ്റ്റ് ചെയ്ത് നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേക്കും നമ്മൾ കോവിഡ് ടെസ്റ്റ് ആ സമയത്ത് ചെയ്യാൻ നേരത്തൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കേണ്ടി വരും. അഡ്രസ്സ്, ഫോൺ നമ്പർ, അങ്ങനെ എല്ലാം കൊടുക്കേണ്ടി വന്നായിരുന്നു. അങ്ങനെ എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ തന്നെയായിരുന്നു എല്ലാം കൊടുത്തത്. എനിക്ക് എൻ്റെ പ്രൈമറി കോൺടാക്റ്റായിട്ട് എൻ്റെ നമ്പരും ഒക്കെ ആയിരുന്നു കൊടുത്തിരുന്നത്. നെക്സ്റ്റ് ഡേ എനിക്ക് റിപ്പോർട്ട് വന്നപ്പോഴത്തേക്കിന് കോവിഡ് പോസിറ്റീവ് ആണെന്ന് വന്നു. 7th മന്താണ്. അപ്പം കംപ്ലീറ്റ് ഇങ്ങനെ നമ്മൾ ഷാറ്ററായിപ്പോയി. അപ്പം പിന്നെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെന്ന് വെച്ചാൽ ഒന്നാമത് ഞാൻ പ്രഗ്നൻ്റ് ആണേ. അപ്പം ഇമോഷണലി ഡൗൺ ആയി. പിന്നെ എനിക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ കോവിഡ് പേഷ്യൻസിന് ആ സമയത്ത് വരുന്ന കോൾസ്, ആ സമയത്ത് നമ്മുടെ നമ്പർ നമുക്ക് പോസിറ്റീവായി എന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ നമ്പർ പല സ്ഥലത്തേക്ക് പോവുകയാണ്. എന്നിട്ട് എനിക്ക് കോൾ ചെയ്യുന്ന ഫുള്ള് മെൻ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ ഒക്കെ കുറേ കോൾസ് വന്നായിരുന്നു കേട്ടോ. എനിക്ക് ഓക്കെ ആണോ അല്ലയോ, കാര്യമൊക്കെ ശരിയാണ്, അവർ വിളിക്കുന്നതൊക്കെ നല്ലതാണ്, നമ്മുടെ സ്റ്റേറ്റസ് അറിയാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. പക്ഷേ ആ കോളും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും അങ്ങ് നമ്മൾ ഡൗൺ ആയി പോവുമായിരുന്നു. എൻ്റെ സ്റ്റേറ്റസ് അങ്ങനെയായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കും. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ് ഇതുപോലെ 7th മന്ത് ആയില്ലേ, കാരണം അതിന് തൊട്ട് മുന്നേ എനിക്ക് ഞങ്ങളുടെ ഒരു റിലേറ്റീവിൽ തന്നെ ഒരു കുട്ടിക്ക് ഇതുപോലെ പ്രഗ്നൻ്റ് ആയിരുന്ന ഒരു കുട്ടിക്ക് കോവിഡ് വന്നതായിട്ടും പുറത്താട്ടോ വന്നതായിട്ടും, അപ്പോൾ കുഞ്ഞിന് സ്പ്രെഡ് ആകാതിരിക്കാൻ വേണ്ടി അവർ കുഞ്ഞിനെ സെക്ഷൻ ചെയ്ത് പുറത്തെടുത്ത് കുഞ്ഞ് 1 മന്ത് NICUലായിരുന്നു. കുഞ്ഞിന് ഇൻഫെക്ഷൻ പിന്നെ ബ്ലഡി സ്പ്രെഡായി, അങ്ങനെ കുഞ്ഞിന് മരിക്കയിട വന്നു എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടാണ് എനിക്ക് കോവിഡ് വരുന്നത്. അപ്പോൾ എൻ്റെ ആ ഒരു ഒന്ന് ചിന്തിച്ച് നോക്കുക, നമുക്ക് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഹസ്ബൻഡിനോട് നമുക്കൊരു കാര്യം ചെയ്യാം, 7th മന്തൊക്കെ ആയില്ലേ, സോറി കേട്ടോ, ഞാൻ ആക്ച്വലി 2 കാര്യത്തിനാണ് ഗ്ലാസ് ഇടാറുള്ളത്. ഒന്ന്, ഗ്ലാസ് ഇടാറുള്ളത്. അപ്പം ഞാൻ കട്ട് ചെയ്തായിരുന്നു, എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അപ്പം ഒരെണ്ണം ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടി സിസ്റ്റം യൂസ് ചെയ്യുമ്പം ഇത് ചെയ്യാനും, പിന്നെ വേറൊരു കാര്യം, എനിക്ക് ഞാൻ ഇമോഷണൽ ആകും എന്നറിയുന്ന സമയത്ത് ഞാൻ എന്നെ തന്നെ ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ ഇടുന്നതാണ് ഗ്ലാസ്. അപ്പോൾ എൻ്റെ ഒരു ഇമോഷൻ പുറത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടി, പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല, നമ്മൾ ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ കരഞ്ഞാൽ പെട്ടെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഗ്ലാസ് ഇടുന്നത് കേട്ടോ. ഇന്ന് അതിനാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇമോഷണൽ ഒരു ടോപ്പിക്കാണെന്ന് എനിക്കറിയാം. അപ്പം 7th മന്ത് ആയപ്പോഴത്തേക്കിനും ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, കുഞ്ഞിനെ പുറത്തെടുത്തേക്കാം, സെക്ഷൻ ചെയ്തേക്കാം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് വെയിറ്റ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിലൊന്നും പോയൊന്നുമില്ല. അപ്പം ചേച്ചിയുള്ളതുകൊണ്ട്, ഹസ്ബൻഡ് ചേച്ചിയുള്ളതുകൊണ്ട് നമുക്ക് കോൺടാക്ട്സ് ഉണ്ടായിരുന്നു ഡോക്ടേഴ്സിൻ്റെ. അങ്ങനെ അപ്പം ഡോക്ടേഴ്സ് പറയുന്നുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ ബീറ്റ് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. 7th മന്തായില്ലേ, മൂവ്മെൻറ്റ്സും ബീറ്റും ഉണ്ടോ എന്ന് എപ്പോഴും ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കോവിഡ് വന്ന സമയത്ത് ഫുള്ള് ടെമ്പറേച്ചറായിരുന്നു, മൊത്തം തല മുതൽ കാല് വരെ എനിക്ക് പൊള്ളുന്ന പോലെയായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നത് എനിക്ക് ഈ ചൂട് കാരണം എനിക്ക് മൂവ്മെൻറ്റ്സ് അറിയാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഹസ്ബൻഡിനോട്, അപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാട്ടുകൾ വെച്ച് കൊടുത്ത് ഇങ്ങനെ മൂവ്മെൻറ്റ്സ് കൊണ്ടുവരാറുണ്ടായിരുന്നു, മ്യൂസിക്കൊക്കെ കേട്ടിട്ടേ. അപ്പം അങ്ങനെയൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്യുമായിരുന്നു. അപ്പം അതുപോലെ മൂവ്മെൻറ്റ് കിട്ടുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പം മൂവ്മെൻറ്റ്സ് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം, മൂവ്മെൻറ്റ് കിട്ടുന്നില്ല. അങ്ങനെ കൈവച്ച് മൂവ്മെൻറ്റ് കിട്ടുന്നില്ലായിരുന്നു. അപ്പം നമ്മൾ ആക്ച്വലി വിചാരിച്ചു എന്തോ പ്രശ്നമാണ്, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ചു. അങ്ങനെ പിന്നെ പക്ഷെ എൻ്റെ ഹസ്ബൻഡുണ്ടല്ലോ, ഏത് ഡോക്ടേഴ്സ് ഉണ്ടെങ്കിലും ഞാൻ പൊക്കി പറയല്ല, എനിക്ക് എൻ്റെ ഫസ്റ്റ് ഡോക്ടറിൻ്റെ ഹസ്ബൻഡ് തന്നെയായിരുന്നു. ആള് ഡോക്ടറൊന്നും അല്ല കേട്ടോ, പക്ഷെ കുറേ കാര്യങ്ങൾ അറിയാം, പറയുന്നത് എപ്പോഴും കറക്റ്റായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് കേൾക്കും, ഞാനങ്ങനെ എതിർത്ത് അങ്ങനെ സംസാരിക്കാറില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, അങ്ങനെ പിന്നെ ആളായിരുന്നു എനിക്ക് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും എല്ലാം ചെയ്തത്. കാരണം ഞങ്ങൾ മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. പിന്നെ
മമ്മി വരുന്നുണ്ടായിരുന്നു, ഹസ്ബൻഡ് മമ്മി വരുന്നുണ്ടായിരുന്നു. നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഗേറ്റിൻ്റെ അവിടെ വെച്ച് തരും. പിന്നെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് കോവിഡ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പോലീസുകാരൊക്കെ വന്നു പോവുകയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു ലെയിൻ പോലെയാണ്. അപ്പം ഞങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള മോട്ടറിൻ്റെ സ്വിച്ചൊക്കെ, അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ആയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മൾ പറഞ്ഞിരുന്നു അതുപോലെ പ്രിയക്ക് ഇങ്ങനെയാണ് എന്ന് നമ്മൾ ഇൻഫോം ചെയ്തു. പിന്നെ ഞാൻ പുറത്തിറങ്ങുന്നൊന്നുമില്ല. എനിക്കിപ്പോഴും അറിയത്തില്ല കേട്ടോ എങ്ങനെ എനിക്ക് കോവിഡ് മറ്റേ ഇൻഫെക്ഷൻ വന്നതെന്ന്. ഞാൻ പുറത്തേ ഇറങ്ങാറില്ല. ഞാൻ ആകെ പോകുന്നത് ഹോസ്പിറ്റലിൽ പോവുക വരിക, അങ്ങനത്തെ ഇത് മാത്രമേ ഉള്ളായിരുന്നു. ചെക്കപ്പിനും സ്കാനിങ്ങിനും ഒക്കെ മാത്രമായിട്ടല്ല, അത് ഞങ്ങൾ പുറത്തു പോക്കേ ഇല്ല. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് കോവിഡ് വന്നത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കറിയത്തില്ല ഒരുപാട് പേർക്ക് എങ്ങനെയായിരുന്നു. പക്ഷേ എനിക്ക് കോവിഡ് വന്നപ്പോഴേ എനിക്ക് ഒരുപാട് ഹാലുസിനേഷൻ ഉണ്ടായി തുടങ്ങി. എനിക്ക് എസ്പെഷ്യലി ബിക്കോസ് ഐ ആം പ്രഗ്നൻ്റ് ആയിരുന്നതും കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എനിക്ക് ഹാലുസിനേഷൻസ് ഒരുപാട് ചിന്തകൾ ഇങ്ങനെ ചിന്തിച്ച് അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ കോവിഡ് എനിക്ക് ആയി കഴിഞ്ഞ് പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ, ഹസ്ബൻഡിനും കൂടെ സ്പ്രെഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും എന്നെ നോക്കാമെന്ന് പറഞ്ഞിട്ട് ആൾ വേറെ റൂമിൽ കിടക്കാൻ തുടങ്ങി. എന്താവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി, ഞാൻ ഇപ്പുറത്തുണ്ട്, എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ അന്ന് രാത്രി ഞാൻ കിടന്നപ്പോൾ എനിക്ക് ഒരു സ്വപ്നം വന്നു. വേറെ ഒന്നുമല്ല കേട്ടോ, ഞാൻ സ്വപ്നം കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു കോഫിനും ചെറിയൊരു കോഫിൻ, വലിയൊരു ശവപ്പെട്ടി, കുഞ്ഞൊരു ശവപ്പെട്ടി, ഇതാണ് ഞാൻ സ്വപ്നം കാണുന്നത്. അപ്പം എനിക്ക് പെട്ടെന്ന് ഞാൻ ഞെട്ടി ഉണർന്നിട്ട് ഞാൻ എഴുന്നേറ്റ് അപ്പുറത്തെ റൂമിൽ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്ത് അവിടെ തന്നെ നോക്കിയിരുന്നു വിളിക്കണോ വേണ്ടായോ. അങ്ങനെ ഞാൻ നോക്കിയിരുന്നു. പിന്നെ ഞാൻ ഓർത്തു വിളിക്കാതെ പറ്റത്തില്ല, വിളിച്ചേക്കാം. പിന്നെ ഞാൻ പെട്ടെന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അടുത്ത സെക്കൻഡ് ഒന്നും ചിന്തിച്ചില്ല കേട്ടോ. പെട്ടെന്ന് ആ റൂമിൽ നിന്ന് എൻ്റെ കൂടെ ഇപ്പുറത്ത് വന്ന് ആൾ കിടന്നു. അപ്പം എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് പനി മാറി കുറച്ച് ബെറ്ററായി വന്നപ്പോഴത്തേക്കിന് ഹസ്ബൻഡിന് വന്നു, കോവിഡ് വന്നു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഫാമിലി, എൻ്റെ പപ്പയും മമ്മിയും ഫാമിലിയൊക്കെ കംപ്ലീറ്റ് തന്നെയാണ്. അപ്പം ഞാനിതുപോലെ മമ്മീനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ കോവിഡ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സമയത്ത് വരാനൊക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പ വന്നു, പപ്പയുടെ കൂടെ ചേട്ടനും വന്നു. അപ്പം വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ചേട്ടനും കുറേ നാളായിട്ട് മിണ്ടാറില്ലായിരുന്നു. അപ്പം ഞങ്ങൾ നല്ല ടേംസിലല്ലായിരുന്നു. ചെറിയ എന്തോ പ്രശ്നമാണ്. അങ്ങനെ ആൾക്ക് ഇച്ചിരി ആറ്റിറ്റ്യൂഡുള്ള കൂട്ടത്തിലാണ്. സോ ഞങ്ങളങ്ങനെ മിണ്ടാറില്ലായിരുന്നു. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ ആളങ്ങനെ മിണ്ടാൻ കൂട്ടിയിട്ടില്ല. അങ്ങനെ ഞാൻ എൻ്റെ പപ്പയും ചേട്ടനെയും കാണാൻ ഏകദേശം കുറച്ചൊക്കെ ഒരു പോലിരിക്കും കേട്ടോ. അപ്പം എനിക്കാണെങ്കിൽ അവർ വീടിൻ്റെ വാതിൽക്ക് എത്തിക്കഴിഞ്ഞിട്ട് എനിക്ക് ചേട്ടനെ കണ്ടപ്പോൾ ഞാൻ കംപ്ലീറ്റ് ബ്രേക്കായി. എനിക്ക് ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഞാനങ്ങ് വീണു, ഓൾമോസ്റ്റ് ഫെയിൻ്റായി. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ചേട്ടനാണോ എനിക്കത് ഹാലുസിനേഷനാണോ, ചേട്ടൻ എന്നെ കാണാൻ വന്നാന്നോ, എന്നെ കാണാൻ വരുമോ, അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് ചിന്തിച്ചു. അങ്ങനെ പിന്നെ ചേട്ടനും കരയാൻ തുടങ്ങി. പക്ഷേ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വീട്ടിനകത്ത് കയറാൻ പറ്റത്തില്ല, കാരണം എനിക്കും ഹസ്ബൻഡിനും കോവിഡായി. അപ്പം ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഒന്നാമത് ഇവിടെ എല്ലാം ആ സമയത്ത് പോലീസിൻ്റെ സർവൈലൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഭാഗ്യത്തിന് നമ്മുടെ ഇവിടെ നെയ്ബർഹുഡിലൊരു 2 സ്റ്റോറി ഹൗസ് ഉണ്ട്. അത് റെൻറ്റഡ് ഹൗസ് ആയിരുന്നു. അപ്പം താഴെ ടെനൻസ് ഉണ്ടായിരുന്നു, മുകളിലില്ലായിരുന്നു. അപ്പം മുകളിൽ എന്ത് ചെയ്ത് എൻ്റെ പപ്പയും ചേട്ടനും മുകളിൽ അവിടെയായിരുന്നു സ്റ്റേ ചെയ്തത്. താഴെ ഉണ്ടായിരുന്ന നല്ലൊരു ഫാമിലി ആയിരുന്നു കേട്ടോ. അവർ ഹെൽപ്പ് ചെയ്തു, മുകളിൽ ബെഡൊക്കെ ഇട്ട് കൊടുത്ത് പപ്പയ്ക്കും ചേട്ടൻ 2 ഡേയ്സ് കഴിഞ്ഞപ്പോൾ ചേട്ടൻ പോയി. കാരണം എൻ്റെ ചേട്ടൻ്റെ വൈഫ് ചേട്ടത്തിയും പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പം അതെല്ലാം ഇട്ടിട്ടാണ് ചേട്ടൻ എനിക്ക് വേണ്ടി ഓടി വന്നത്. അതൊക്കെ എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ പിന്നെ
പപ്പ ഇങ്ങനെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ താഴത്തെ റൂമിലായിരുന്നു കേട്ടോ. താഴത്തെ റൂമിൽ ഞാനിങ്ങനെ വിൻഡോയിൽ കൂടെ നോക്കിയാൽ എനിക്ക് ആ വീട്ടിലെ പപ്പയ്ക്ക് ഇരിക്കുന്ന വീടിൻ്റെ മുകളിലിരുന്ന ആ റൂമിലെ വിൻഡോ കാണാൻ പറ്റും. അപ്പോൾ പപ്പയ്ക്ക് ആകെ കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ആ വിൻഡോയിൽ കൂടെ പപ്പ എന്നെ നോക്കും, ഞാൻ എൻ്റെ റൂമിൽ കിടന്ന് എൻ്റെ വിൻഡോയിൽ കൂടെ ഞാൻ പപ്പയെ നോക്കും. അതൊക്കെ ഭയങ്കര സിനിമാറ്റിക്കായിട്ട് തോന്നും കേട്ടോ പറയുമ്പോൾ, പക്ഷേ നടന്നതാണ്. കാരണം പപ്പയ്ക്ക് അകത്ത് വരാൻ പപ്പ പറഞ്ഞു കുഴപ്പമില്ല, എന്ത് പ്രശ്നം വന്നാലും കുഴപ്പമില്ല, പപ്പ കയറി വന്നോളാം, എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം എന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് ആ സമയത്ത് ഒരു പ്രശ്നത്തിനകത്ത് ഒന്നിനും പോകണ്ടെന്ന് വിചാരിച്ച് നമ്മൾ മാക്സിമം പപ്പയെ കൺട്രോൾ ചെയ്യിപ്പിച്ചു. പപ്പ പറയുന്ന കൂട്ട് എൻ്റെ പപ്പയ്ക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയത്തില്ലെങ്കിലും പപ്പ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിരിക്കും കേട്ടോ. പപ്പ ചിന്തിച്ച് പല കാര്യങ്ങളും പറയാറുണ്ട്. പപ്പ അതുപോലെ ഈ പറഞ്ഞ പോലെ ഞാൻ മനസ്സിൽ കണ്ടാൽ മതി, പപ്പയൊന്ന് മനസ്സിൽ കണ്ടാൽ മതി, അവരെത്തിയിരിക്കും. ഞാൻ എവിടെ പോയി കഴിഞ്ഞില്ല, ഞാൻ UK പഠിക്കാൻ പോയി, എനിക്ക് വയ്യാണ്ടായി, പപ്പയെ വിളിച്ച് ഞാൻ പറഞ്ഞു, പപ്പ ഉടനെ എത്തി. എങ്ങനെയൊക്കെയോ വിസയൊക്കെ ഒപ്പിച്ച് എങ്ങനെയൊക്കെയോ പപ്പ എത്തി. പപ്പ ആദ്യമായിട്ടാട്ടോ പുറം രാജ്യങ്ങളിൽ വരുന്നത്. അപ്പം എനിക്കറിയത്തില്ല, ഞാൻ എപ്പം മനസ്സിൽ പപ്പയെ ഓർക്കുന്നു, പപ്പ എത്തിയിരിക്കും. അങ്ങനെയാണ് ഇതുവരെ സംഭവിച്ചിട്ടുള്ളത്. അപ്പം 7th month എനിക്ക് ബേബി ഷവർ ചെയ്യാൻ പറ്റിയില്ല, ഇങ്ങനെ പോയതും കൊണ്ട്. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സംഭവം ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ 3 months എടുക്കുമെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ എന്ത് ചെയ്ത് നമുക്കൊരു കാര്യം ചെയ്യാം, 9th month ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നവംബർ 2021 കേട്ടോ. നവംബർ 2021 7th date അന്ന് എൻ്റെ ബേബി ഷവറായിരുന്നു. എല്ലാവരും വന്നു. ചേട്ടത്തിക്ക് വരാൻ പറ്റുന്നില്ലായിരുന്നു. ചേട്ടത്തി പറഞ്ഞതുപോലെ ചേട്ടത്തി ബാംഗ്ലൂർ സെറ്റിൽഡാണ് കേട്ടോ. അപ്പം ചേട്ടത്തി പ്രഗ്നൻ്റ് ആയിരുന്നു, എന്നെക്കാൾ 1 മാസം താഴെയായിരുന്നു. അപ്പോൾ ആളെ കൊണ്ടുപോയി അവിടെയൊക്കെ ബാംഗ്ലൂരിൽ വിട്ടിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് എൻ്റെ ബേബി ഷവറൊക്കെ കഴിഞ്ഞു. അതുവരെ ഉള്ളായിരുന്നു കേട്ടോ എനിക്ക് സ്ട്രഗിൾ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ആ മന്ത് തന്നെയായിരുന്നു എനിക്ക് ഡെലിവറി ആയത്. നവംബർ മന്ത് തന്നെയായിരുന്നു. പക്ഷെ എൻ്റെ ഡ്യൂ ഡിസംബറിലായിരുന്നു. പക്ഷേ 1 വീക്ക് മുന്നേ കുഞ്ഞ് വന്നായിരുന്നു. നോർമൽ ഡെലിവറി ആയിരുന്നു കേട്ടോ. എനിക്ക് അല്ലാതെ വേറെ ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ വലിയ താങ്ക്സ് എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ചേച്ചിയോടാണ്. ചേച്ചി ഡോക്ടറാണ്. പിന്നെ ഞാൻ ആ ഫെർട്ടിലിറ്റി സെൻറ്ററിൽ നിന്ന് വേറെ ഹോസ്പിറ്റലിലോട്ട് മൂവായി. ആ ഹോസ്പിറ്റലിലായിരുന്നു ചേച്ചി ENT ഡോക്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചേച്ചി അവിടെ ഉള്ളതും കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. പല കാര്യങ്ങളും ഒരുപാട് ഡോക്ടേഴ്സും നഴ്സസും എല്ലാം എന്നോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസി ആയിരുന്നു എനിക്ക്. അപ്പം ആദ്യത്തെ കുഞ്ഞാണ്. അപ്പം എനിക്ക് ഒരുപാട് ടെൻഷനുണ്ട്. പിന്നെ അങ്ങനെ പല കാര്യങ്ങളും ഞാൻ ചോദിക്കും. ഡോക്ടർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഡോക്ടർ എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. പിന്നെ എനിക്ക് ലേബർ റൂമിൽ ചെന്നത് എന്ന് വെച്ചാൽ എനിക്ക് ഫ്ലൂയിഡ് ഡിപ്പ് ഉണ്ടായിരുന്നു. ഫ്ലൂയിഡ് ഡിപ്പ് ഉള്ളതുകൊണ്ട് എന്നോട് പറഞ്ഞു അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞ് അങ്ങനെ അഡ്മിറ്റ് ആയതാട്ടോ. നോർമൽ ഡെലിവറി ആയിരുന്നു. ഞാൻ എപ്പിഡ്യൂറൽ എടുത്തിട്ടുണ്ടായിരുന്നു. അടിപൊളി ഡോക്ടേഴ്സായിരുന്നു. എല്ലാ ഡോക്ടേഴ്സും ഹെൽപ്പ് ചെയ്തു. നഴ്സുമാരൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ഞാൻ ആരെയും ഒത്തിരി ട്രബിൾ ചെയ്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. എന്നോട് ഒരു കാര്യം ഡോക്ടർ പറഞ്ഞു, നമ്മളുടെ സൈഡ് കഴിഞ്ഞു പ്രിയ, ഇനി പ്രിയ വിചാരിച്ചാൽ മാത്രമേ കുഞ്ഞ് പുറത്ത് വരുള്ളൂ എന്നെന്നോട് പറഞ്ഞു. എനിക്കാണെങ്കിൽ അധികം നേരം ഇനി ലേബർ റൂമിൽ കിടക്കാൻ വയ്യ. അതുകൊണ്ട് മാക്സിമം പുഷ് ചെയ്തു, കുഞ്ഞ് വന്നു. അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞ് പുറത്ത് വരുന്നവരെ എനിക്കൊരു സമാധാനമില്ലായിരുന്നു. വൈ? ബിക്കോസ് എനിക്ക് കോവിഡ് വന്നതും കൊണ്ട് എന്തെങ്കിലും ഒരു വൈകല്യം കാണുമോ എന്നെനിക്ക്, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് മനസ്സുകൊണ്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുഞ്ഞിനെ കാണാതെ എനിക്കൊരു സമാധാനമില്ലായിരുന്നു കേട്ടോ. കുഞ്ഞിനെ പിന്നെ കണ്ടു, വെരി ഹാപ്പി. പെൺകുഞ്ഞായിരുന്നു. ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് എനിക്കൊരു പെൺകുഞ്ഞ് വേണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച്. ഭയങ്കര സ്പെഷ്യൽ മൊമെൻറ്റ്സ് ആയിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ പേര് ടിയ എന്നാണ്. ഭയങ്കര സ്മാർട്ടാണ് ആള്. എനിക്കറിയത്തില്ല, ഞങ്ങളുടെ ഭയങ്കര ലവിങ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. ഞാൻ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ ഇടാറുണ്ട്. അതിനകത്തെ കാര്യങ്ങളൊക്കെ ചിലതൊക്കെ കക്ഷി പറഞ്ഞാൽ കേൾക്കുന്ന ടൈപ്പാട്ടോ. അപ്പോൾ ഒരുപാട് പേര് ചിന്തിക്കും
പ്രിയയുടെ കുഞ്ഞ് തന്നെ ഇതൊന്നും കേൾക്കത്തില്ല, ഇങ്ങനെയല്ല, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പം അതൊക്കെ ഞാൻ മനസ്സിൽ കൺസിഡർ ചെയ്തിട്ടാണ് ഓരോ വീഡിയോസ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പം അത് വെച്ച് ഞാൻ ഇന്നത്തെ ടോപ്പിക്ക് ഇമോഷണലി പറഞ്ഞ് തീർത്ത് ഇവിടെ നിർത്തുകയാണ്. അപ്പം എനിക്ക് ഉണ്ടായ ഈ ഒരു സ്പെഷ്യൽ മൊമെൻറ്റ് എനിക്ക് പിന്നെ വിത്ത് ഇമോഷനായിരുന്നു ത്രൂ ഔട്ട്. അതുകൊണ്ട് അതും എനിക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. എനിക്ക് പറയുന്ന പോലെ വീഡിയോസും ഇതൊന്നും ഒത്തിരി ഇല്ല, ബട്ട് ഡെഫിനറ്റ്ലി ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ എൻ്റെ കുറച്ച് വീഡിയോസും പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന സമയത്തെ വീഡിയോസും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ ഫോളോയിങ് മീ, ഫോർ സബ്സ്ക്രൈബിങ് മീ, സപ്പോർട്ടിങ് മീ. എൻ്റെ വീഡിയോസ് ഇനിയും കാണുക. എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.